കലാരംഗത്ത് 30 വർഷങ്ങൾ പൂർത്തീകരിച്ച വിനോദ് കോവൂരാണ് സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത്. വിനോദേട്ടൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കണം. 30 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര അഭിമാനമാണ്, സന്തോഷമാണ്. ഇനിയും കാലങ്ങൾ മുന്നോട്ട് കിടക്കുന്നുണ്ട്. 40 വർഷമാവണം, 50 വർഷമാവണം. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഈ അഭിനയ മേഖലയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവണം എന്നാഗ്രഹിക്കുകയാണ്. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഇതുപോലൊരു കലാകാരനായിട്ട് തന്നെ ജനിക്കണമെന്നും ആഗ്രഹിക്കുകയാണ്. MIT മൂസയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും സുപരിചിതമാണല്ലോ. എങ്ങനെയാണ് കഥാപാത്രമൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു മനസ്സിനത് എങ്ങനെയാണ്? അല്ല, അതൊക്കെ ഒരു കോഴിക്കോട്ടുകാരനായതുകൊണ്ട് എനിക്കതൊക്കെ എളുപ്പമാണ്. കോഴിക്കോട് എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ, മുസ്ലിം സുഹൃത്തുക്കളുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കുട്ടിക്കാലത്തെ കളിച്ച് ചിരിച്ച് നടന്നുകൊണ്ട് അവരുടെ പല കാര്യങ്ങളും നിരീക്ഷിക്കാൻ സാധിച്ചു. അത് MIT മൂസയിലൂടെ ചെയ്തു എന്നുള്ളതാണ് സത്യം. ഒരേ സമയം ഹാസ്യം ചിന്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിരിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഹാസ്യം ആ ഒരു മേഖലയെ തന്നെ പ്രധാനമായും കേന്ദ്രീകരിച്ച്? അല്ല, പിന്നെ ചിരിപ്പിക്കാൻ വലിയ പ്രയാസമാണ്, കരയിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ചിരിപ്പിക്കാന്ന് പറയുമ്പോൾ ഗൾഫിലൊക്കെ നമ്മൾ ഷോയ്ക്ക് പോയാൽ നമ്മുടെ മുന്നിൽ ഒരു 30,000 ആളുകളുണ്ടാവും. നമ്മളൊരു തമാശ പറയുമ്പോൾ ഈ 30,000 ആളുകളും ചിരിച്ചാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആളുകളൊക്കെ ഓരോ മനസ്സും ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ആളുകളെ ഒരുമിച്ച് ചിരിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും പറ്റുന്നൊരു കഴിവല്ല. പക്ഷേ കരയിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും. നമ്മൾ കണ്ണൊന്ന് പൊത്തി കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലായി, പക്ഷേ നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ ആരും കാണുന്നില്ല. പക്ഷേ ചിരിപ്പിക്കുമ്പം നമുക്ക് മുഖം പൊത്താനൊന്നും പറ്റില്ല. നമ്മുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ, നമ്മൾ പറയുന്ന ഡയലോഗിലെ തമാശ, ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഒരാൾ ചിരിക്കേണ്ടത്. അപ്പോൾ ചിരിപ്പിക്കാൻ തന്നെയാണ് പ്രയാസം. ഈ നാടകമൊക്കെ ആയിട്ട് വളരെ വൈകാരികമായൊരു ബന്ധമുണ്ടല്ലോ. ഇന്ന് നാടകമൊക്കെ കുറേയൊക്കെ അന്യം നിന്ന് പോകുന്നൊരു കാലഘട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വലിയ സങ്കടമാണ്. കാരണം നാടകക്കാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷനൊക്കെ വളരെ കുറവാണെന്നാണ് അറിയുന്നത്. കാരണം ഒരു നാടകം ഒരു വേദിയിൽ വന്ന് കളിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം അവർ കഠിനാധ്വാനം ചെയ്യണം. എന്നിട്ടാണ് അവർ രംഗസജ്ജീകരണത്തിന് അവരെടുക്കുന്ന സമയം. ഒരു നാടകം ഒരു സ്റ്റേജിൽ ചെയ്യണമെങ്കിൽ അവർ ഒരുപാട് നേരത്തെ വന്നിട്ട് സ്റ്റേജൊക്കെ അലങ്കരിച്ചിട്ടാണ് ഈ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഗാനമേള വരും, മിമിക്സ് പരേഡ് വരും. ഇവരൊക്കെ പോയി കഴിഞ്ഞാലും നാടകക്കാരുടെ ഊഴമാവില്ല. അവരത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് വൈകും. അവസാനം അവരുടെ നാടകം കാണാൻ ആളുകളും ഇല്ലാതാവും. എനിക്കൊക്കെ ഒരുപാട് സങ്കടം, ഒരുപാട് അനുഭവങ്ങൾ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. നാടകം ഒരു ഗംഭീര കലയാണ്. ആ നാടകം തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നാടകത്തിലൂടെയാണ് വളർന്നു വന്നത്. പക്ഷെ നമുക്ക് ജീവിക്കണം. റെമ്യൂണറേഷൻ കുറവാണ്, അതിൽ നിന്ന് വരുമാനം കുറവ്. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് പോകുന്നൊരു മേഖല ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നാടകത്തെ മറന്നതല്ല, തൽക്കാലം നിർത്തിവെച്ചിട്ട് ഞാൻ സീരിയലിലേക്കും സിനിമയിലേക്കൊക്കെ വരാൻ കാരണം അതാണ്. പക്ഷെ നാടകത്തെ ഞാൻ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. നല്ലൊരു കഥാപാത്രം കിട്ടിയാൽ ചെയ്യണം എന്ന വലിയ ആഗ്രഹം എനിക്കുണ്ട്. ഈ നാടകം പോലെയുള്ള അന്യം നിന്ന് പോകുന്നതൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിൻ്റെയൊക്കെ തലത്തിൽ നിന്നൊരു ഇടപെടലൊക്കെ അനിവാര്യമല്ലേ? ചെയ്യേണ്ടതാണ്. ശരിക്കും ഒരു ഓൾ കേരള നാടക മത്സരമൊക്കെ സർക്കാർ സംഘടിപ്പിച്ചത് നല്ലതാണ്. വർഷാവർഷം ഏറ്റവും മികച്ചൊരു നാടകം, ഏറ്റവും മികച്ച നടൻ, നടി എന്നുള്ള ഒരു സംഭവമൊക്കെ എവിടെയെങ്കിലും വെച്ച് നല്ലൊരു അങ്ങനെയുള്ളൊരു നാടക ഉത്സവമൊക്കെ നടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന്. കാരണം അവർക്കൊക്കെ അത് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടിയും കൂടിയാവും. കാരണം ഇപ്പം സിനിമയിലുള്ള അധിക താരങ്ങളും മരിച്ചുപോയ പലരും ഈ നാടകത്തിൽ നിന്ന് വളർന്നു വന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.